ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷാലീസ് പ്രിസം. സോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ട്രാവൽ വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത്തവണ ഞങ്ങൾ പോയത് ആനക്കട്ടിയിലോട്ടാണ്. അപ്പം നമ്മൾ കോയമ്പത്തൂരാണ് താമസം. നമുക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ ടൈം പീരീഡേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പോയ സ്ഥലം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്നൊരു സ്ഥലമാണ്. ഒരുപാട് പ്രാവശ്യമായി ഇപ്പം ഞങ്ങളവിടെ പോകണം, പക്ഷേ അധികം വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഇത്തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോസെങ്കിലും ശേഖരിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ എത്തിയതാണ് നിർവാണയുടെ ഹോളിസ്റ്റിക് ലിവിങ്. നിർവാണ ഹോളിസ്റ്റിക് ലിവിങ് ആണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്കിനി വഴിയേ കാണാം. ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ പ്രാവശ്യമായിട്ടാണ് വരുന്നത്. മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും അവരുടെ സർവീസ് നമുക്ക് ഇഷ്ടമാണ്. എന്താ പറയുക, വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ കംഫർട്ടബിളാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂംസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റൂമായിരുന്നു. അപ്പോൾ 2 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നോർമൽ റൂമും ഒന്ന് AC റൂമും. സോ AC റൂം പൊതുവേ നമുക്ക് കുറച്ച് ചാർജബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്ക് പൂളിൽ കളിക്കാനാണ്. അവിടുത്തെ പൂള് വളരെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പോയപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പൂളിൽ കളിച്ചു. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂളിൽ കളിക്കാനായിട്ട്. അവൾ വെള്ളത്തിൽ കയറാനാണ് പിന്നെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മണിക്കൂർ, അവിടെ ടൈമൊന്നുമില്ല ആക്ച്വലി. നമുക്ക് ഇങ്ങനെ 1 hour 2 hour പറയുന്ന ടൈം പീരീഡ് ഇല്ല. 7 to 7, രാവിലെ 7 AM ടു ഈവനിങ് 7 PM വരെ അവരുടെ പൂള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളെപ്പോഴും പോയി നിന്നിട്ട് സ്റ്റേ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അവിടെ 1 day, അതായത് ഡേ ഔട്ട് പോലത്തെ പാക്കേജസും അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ ഈ പൂളിൽ കളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നേക്കാളും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് നോർമൽ റൂംസ് അല്ലാതെ ഇഗ്ലൂ ഹൗസ് കേട്ടിട്ടുണ്ടാവും. ആരൊക്കെ അവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്കതൊരു പുതുമയാണ്. അപ്പോൾ എപ്പോഴും അവിടെ പോകുമ്പോൾ എനിക്കത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇത്തവണ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരോട് കൺഫേം ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് ഇഗ്ലൂ ഹൗസ് കേട്ടോ. അവിടെ 2 ഇഗ്ലൂ ഹൗസാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാൻ കയറി. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് ക്യാപ്ചർ ചെയ്തു. നോർമൽ റൂം തന്നെയാണ്, പക്ഷേ നല്ല എന്താ പറയുക, ഒരു റിലാക്സ്ഡ് വേ അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഈ ചൂടത്തൊക്കെ വളരെ എന്താ പറയുക, ഒരു സുഖം അവിടെ താമസിക്കാനേ. അപ്പോൾ ഇഗ്ലൂ ഹൗസിൽ ഇതുവരെ ഞങ്ങൾ താമസിച്ചിട്ടില്ല. മാത്രമല്ല അതിപ്പോൾ പുതിയതായിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഉള്ളത് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ താമസിക്കുന്നില്ല, ആൾക്കാരൊന്നും താമസിക്കുന്നത് കണ്ടില്ല ഞങ്ങൾ. അങ്ങനെ പിന്നീട് ഞങ്ങൾ റൂമിലോട്ട് പോവാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് കുറേ മരങ്ങളുണ്ട് കേട്ടോ. അവിടെ അത്തിപ്പഴത്തിൻ്റെ മരം, പിന്നെ അടയ്ക്ക മരം, മാവ്, അങ്ങനെ. പക്ഷേ ഇതിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. അവരവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാന്റ്സിലൊന്നും തൊടരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി ഇൻഡോർ ഗെയിംസ് കളിക്കാനായിട്ട് വന്നു. സോ ഇൻഡോർ ഗെയിംസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാം, അതിന് പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രഷായിട്ട് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വന്നു. അപ്പോൾ അമ്മയും ചെറിയ ആളും കൂടിയിട്ടാണ് ചെസ്സ് വെറുതെ കളിക്കുകയാണ്. പിന്നെ അച്ഛനും ചേട്ടനും കൂടിയിട്ട് ക്യാരംസ് കളിച്ചു. പിന്നെ അവിടെ ഒരു ടീം വന്നു, അവരാണ് ബാഡ്മിൻ്റണിൽ അങ്ങ് വിളയാടിയിരുന്നു. അവരൊരു ബഞ്ച് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വളരെ എന്താ പറയുക,
എൻജോയ് ചെയ്തിട്ട് അവർക്കെല്ലാം നല്ല രസമായിരുന്നു. ശരിക്കും നമ്മൾ കുറേ ആൾക്കാർ പോയി കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, ബ്രദർ ഇൻ ലോ, പിന്നെ അതുപോലെ അമ്മമ്മ, മുത്തച്ഛൻ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നൈറ്റ് ടൈമാണ് നമുക്ക് നിർവ്വാണ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞങ്ങൾ ഇത്തവണ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ട്, അപ്പോൾ കുട്ടികൾക്കുള്ള പാല് അങ്ങനത്തെ അല്ലെങ്കിൽ അത്യാവശ്യം ചായ, കാപ്പി അങ്ങനത്തെ സാധനങ്ങളും അത്യാവശ്യത്തിനുള്ള എന്തൊക്കെയോ ഫുഡ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി പുറത്തോട്ട് പോവുമായിരുന്നു കേട്ടോ. പുറത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിലെത്തുന്ന ഒരു കടയുണ്ടായിരുന്നു, ഡയാന പറഞ്ഞിട്ട്. ഞങ്ങൾ ഉച്ചയ്ക്കും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. സോ ഓൾമോസ്റ്റ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത എല്ലാ ടൈമും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. വളരെ നല്ല ഭക്ഷണമാണ് കേട്ടോ അവിടെ. പക്ഷേ നിർവ്വാണയിൽ നമുക്ക് മോർണിംഗ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ സാധാരണ കോംപ്ലിമെൻ്ററിക്ക് നിറയെ സാധനങ്ങളുണ്ടാവും. പുട്ട്, ഇഡ്ഡലി, പൂരി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. പക്ഷേ ഇത്തവണ ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല. പൊങ്കൽ, ഇഡ്ഡലി, പിന്നെ ബ്രെഡ്, ബട്ടർ ജാം, അങ്ങനെ കുറച്ച്, അതായത് അവർ സാധാരണ ഉള്ള ഇതന്നെ ധാരാളമാണെന്ന് വിചാരിക്കും നിങ്ങൾ അല്ലേ. പക്ഷേ സാധാരണ അവർ തരുന്നതിൽ ഇത് കുറച്ച് ചെറുതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെയും രാവിലെ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ച് അതിനുശേഷം ഞങ്ങൾ പാക്ക് ചെയ്ത് ബാക്ക് ടു കോയമ്പത്തൂർ. സോ നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പറ്റിയാൽ നിർവ്വാണയിലേക്ക് വിസിറ്റ് ചെയ്യൂ. ബൈ.